എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സിനിമ. ധനുഷിൻ്റെ സംവിധാനവും ആക്ഷനും എല്ലാം ഒരു പവർ പാക്ഡ് സിനിമ എന്ന് പറയാം. ധനുഷ് ക്യാപ്റ്റൻ മില്ലറിനൊക്കെ ശേഷം കുറച്ച് നല്ലൊരു പടമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഫുൾ വയലൻസ് ആണ്. വയലൻസ് ഉണ്ട്. കൊള്ളാം, നല്ല സിനിമ കണ്ടിരിക്കാം. ഇറങ്ങിയ സിനിമ എനിക്ക് കൊള്ളാം, നന്നായിട്ടുണ്ട്. നിങ്ങൾ കണ്ട സിനിമ വേണ്ട കണ്ണ് നിറയ്ക്കുന്ന സിനിമ നല്ല പടം കണ്ടിരിക്കാം. ധനുഷൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ധനുഷ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയാം. എ റഹ്മാന്റെ മ്യൂസിക് ഒക്കെ അടിപൊളി. കൊള്ളാം. ഓക്കെ എല്ലാ അഭിനയം കൊള്ളാം. പിന്നെ ഫൈറ്റ് ഒക്കെ ഓക്കെ. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ധനുഷിൻ്റെ ആക്ടിങ്ങും പിന്നെ മ്യൂസിക്കും ഓക്കെ. അല്ല കഥയൊന്നുമില്ലേ? അതേ കൊണ്ട് എന്നാൽ ടച്ചാവുന്നില്ല. ഓക്കെ. രായൻ കഥ സെക്കൻഡ് ഹാഫ് ഒക്കെ പോലെയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല സെക്കൻഡ് ഹാഫ് ഭയങ്കര വയലൻസ് ആണ്. വയലൻസ് ഉണ്ട് ബ്രോ. പക്ഷെ നല്ല ആക്ഷനാണ്. ബാക്കിയെല്ലാം കൊള്ളാം. രക്തമൊക്കെ ആവശ്യം കൂടുതൽ ചിരിയൊക്കെ ഉണ്ട്. അതെല്ലാം കൊള്ളാം. പക്ഷേ സ്റ്റിൽ കഥയുടെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു പോയി. ബാക്കിയെല്ലാം ഓക്കെ. ധനുഷ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അഭിനയം എല്ലാം ബാക്കിയുള്ള നല്ല വയലൻസ് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ധനുഷൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നല്ല ഡയറക്ഷൻ നല്ല ജനറേഷൻ. എ റഹ്മാന്റെ മ്യൂസിക് എങ്ങനെ? എ റഹ്മാന്റെ മ്യൂസിക് ഓക്കെ. വയലൻസ് ഉള്ളായിരുന്നു. പിന്നെ മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നൈസ് ആയിരുന്നു. അതൊക്കെ തന്നെയാണ്. ധനുഷ് എങ്ങനെയുണ്ട്? കൊള്ളാം ചേട്ടാ. ധനുഷ് ക്യാപ്റ്റൻ മില്ലറിനൊക്കെ ശേഷം കുറച്ച് നല്ലൊരു പടമായിരുന്നു. ധനുഷിന്റെ നടിപ്പ് എപ്പടി ഇருக்கு? படம் எப்படி இருக்கு? எப்பயும் இந்த மாஸ் எலமெண்ட் இருக்கிறது எல்லாம் நல்லா இருக்கு. ஓகே. டைரக்ஷனுக்கு எப்படி இருக்கு? ധനുഷിന്റെ டைரக்ஷன்ல புதுசா ட்ரை பண்றாங்க பட் டீசன்ட். ഓക്കെ. ഡയറക്ഷൻ എല്ലാം നല്ല എസ് എ സൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? കൊള്ളാം. എല്ലാവരും നല്ല ഓക്കെ ഓക്കെ. സിസ്റ്ററായിട്ട് റോൾ ചെയ്യുന്ന നല്ല രക്ഷയില്ലാത്ത സിനിമ. ധനുഷിൻ്റെ സംവിധാനവും ആക്ഷനും എല്ലാം ഒരു പവർ പാക്ഡ് സിനിമ എന്ന് പറയാം. പിന്നെ ഹിന്ദിയിൽ ഇപ്പോൾ ഇറങ്ങിയ കില്ല് സിനിമ കഴിഞ്ഞ അത്രത്തോളം വയലൻസ് ഉള്ള സിനിമ. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഫുൾ ടൈം അല്ല, നമുക്ക് വളരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന സിനിമ. മിക്കവാറും സൂപ്പർ ഹിറ്റ് ആവും. തമിഴിലെ മഹാരാജ കഴിഞ്ഞ അടുത്ത സൂപ്പർ ഹിറ്റാണ്. അടിപൊളി, സൂപ്പർ.